പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സവിശേഷ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങളുമായി സംവദിക്കാനാണ്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് വന്നിട്ട്, അപ്പോൾ സാന്ദർഭികമായി പലപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കളും അതിലേറെ എൻ്റെ പഴയ കാലത്തൊട്ടുള്ള വിദ്യാർത്ഥികളും ഒക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ റിട്ടയർമെൻറ്റിന് ശേഷം വല്ലാതെ ബോറടിക്കില്ലേ? എങ്ങനെ സമയം കളയുന്നു? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തും മറ്റ് ഓഫീസ് കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയൊക്കെ ചെയ്ത ഒരാൾ ഇങ്ങനെ വീട്ടിൽ കയറി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണോ എന്ന് വളരെ സ്നേഹപൂർണ്ണമായ അന്വേഷണങ്ങളാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, അവർക്കും ഒരുപക്ഷെ മറ്റ് നിരവധി പേർക്കും കൂടെ ഉള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, 56ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ വയസ്സ് എന്ന് പറയുന്നത് കേവലം ഒരു അക്കമാണെന്നുള്ളത് പറഞ്ഞ് പഴകിയ ക്ലീശയായ ഒരു പ്രയോഗമാണെങ്കിലും അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സാണ് പ്രധാനം. നമുക്ക് 56 വയസ്സൊക്കെ ആയി കഴിയുന്ന ഉടനെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവധാനതയോടുകൂടി വിലയിരുത്താനും നമുക്ക് നേരത്തെ ചെയ്യാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാനും ഒക്കെയുള്ള ഒരു സുവർണ അവസരമായി നമുക്കിതിനെ വിനിയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ നമുക്ക് തന്നെ ഇനിയിപ്പം എന്തു വേണം, ഇത്രയും നാളൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ പിള്ളേരുമൊക്കെ ഒരു പരുവമായി അത്യാവശ്യം വീട്ടിലെങ്ങാനും അടങ്ങിക്കൂടി ഇരുന്ന് സമയം കളയാതെ ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ. ഇതെല്ലാം നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ സമയം വിനിയോഗിക്കുന്നതിലൊരു വലിയ പങ്കും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെയാണ്. ഒട്ടനവധി ക്ലാസിക്കുകളും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ മികച്ച കൃതികൾ പലതും എനിക്ക് വായിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതൊക്കെ വായിക്കാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ യാത്ര ചെയ്തും എനിക്ക് ശരിക്കു പറഞ്ഞാൽ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ആ കാലത്തൊക്കെ കൊച്ചു കുട്ടികൾ പോലും പഠിച്ചപ്പോഴും അതിൻ്റെ പല കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഒരു നിഷ്ണാതനായ ആളല്ല ഒട്ടും. 43ാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഞാൻ ശരിക്കു പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഓരോ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയത്. എൻ്റെ 53ാമത്തെയോ 54ാമത്തെയോ വയസ്സിലാണ് ഞാനൊരു ബൈക്ക്, യമഹയുടെ ഒരു ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, സാർ, ഈ വയസ്സുകാലത്ത് ഈ ബൈക്കിലൊക്കെ വലിഞ്ഞു കയറി വീണ് കൈയും കാലും ഒടിയാനുള്ള പുറപ്പാടാണോ എന്ന് പകുതി തമാശയായും പകുതി കാര്യമായും എന്നോട് ചോദിച്ചവരുണ്ട്. ഞാനതിന് പ്രത്യേക മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് ബൈക്ക് ഓടിക്കുന്നതിന് ഭയമായിരുന്നു, സ്കൂട്ടർ പോലും ഓടിക്കാൻ ഭയമായിരുന്നു. ഏറെക്കാലം ഞാനിതൊന്നും ചെയ്യത്തു പോലും ഇല്ലായിരുന്നു. പക്ഷേ വളരെ പൊക്കമുള്ള ഇപ്പോൾ SSR എന്ന് പറയുന്ന യമഹയുടെ ഒരു ബൈക്ക് തന്നെ ഞാൻ പോയി മേടിച്ചത്. ഞാനൊരു മിടുക്ക് പറയല്ല, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു കാര്യം ഒരു ഒളിവും മറവുമില്ലാതെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഞാൻ ഈ ബൈക്കൊക്കെ മേടിച്ചു. അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്, കോളേജ് പിള്ളേരൊക്കെ കൊണ്ട് നടക്കുന്ന ഈ ബൈക്കൊക്കെ ആയിട്ട് എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഇതിനൊക്കെ മെനക്കെടുന്നത്? അപ്പം ഞാൻ ചിരിച്ചതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ വർഷങ്ങളോളം കാര്യമായ അപകടമൊന്നും കൂടാതെ സ്വയം ഇത് പഠിച്ച് ഓടിച്ചു. പലരും എന്നോട് അത്ഭുതത്തോടെ പിന്നെ വന്ന് ചോദിച്ചു, അപ്പോൾ ബൈക്ക് നന്നായിട്ട് ഓടിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോഴും ഞാനിന്ന് വിചാരിച്ചതേ ഉള്ളൂ. അത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? ഭയപ്പെട്ട് മാറി നിന്നെങ്കിലോ? അപ്പോൾ ഒരിക്കലും നമുക്ക് സാധ്യമാകാത്ത കാര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ പല മേഖലകളിലും കഴിവുള്ളവരാണ്, പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ ത്രാണിയുള്ളവരാണ്, അറിവുള്ളവരാണ്. മറ്റ് പലർക്കും അറിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. ഞാൻ എൻ്റെ ഒരു മിടുക്ക് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. എത്രയോ പ്രതിഭാധനന്മാരായ ആളുകൾ മികച്ച അവസരം കിട്ടാതെ, നല്ല ഒരു സന്ദർഭം കിട്ടാതെ പുലിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമെന്ന് പറയുന്നത് നല്ല പ്രതിഭയുള്ളവരും നല്ല പ്രവർത്തനശേഷിയുള്ളവരും നല്ല അറിവുള്ളവരും വൈഭവമുള്ളവരും മിടുക്കുള്ളവരും മനസ്സാക്ഷിയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്ഥിതിയുള്ളവരുമായ
ഒരുപാട് ആളുകൾ അവസരം കിട്ടാതെ, മികച്ചൊരവസരം കൈവരാതെ അവർ ആരുമറിയാതെ പൊലിഞ്ഞു പോവുകയാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയാനും ചിന്തിക്കാനും ഇടപെടുന്നതുമായ ഒരു കാര്യം, ഒരാളും നിങ്ങളെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുമെന്നോ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ മാർഗനിർദ്ദേശം ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നോ ആരെങ്കിലും വന്ന് നിങ്ങളുടെ പോരായ്മകളൊക്കെ പറഞ്ഞു തിരുത്തി നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കരകയറ്റുമെന്നോ ഒരിക്കലും കരുതണ്ട. പിന്നെ ആരാണ് രക്ഷപ്പെട്ടു വരുന്നത്? സ്വയം വിലയിരുത്തിയും നമ്മുടെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞും മറ്റുള്ളവരോട് കലവറ കൂടാതെ ആശയവിനിമയം നടത്താൻ കഴിയുന്നവർ. വെറുതെ ലജ്ജാശീലരായ ഒരാളും ഈ ലോകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം ലജ്ജാശീലരാവാതെ നമ്മുടെ കഴിവ് എത്രയാണെങ്കിലും, പലപ്പോഴും ഞാനൊരു ഒരു കാര്യം ഓർക്കുന്ന, ഇടയ്ക്ക് ആനുഷംഗികമായിട്ട് പറഞ്ഞു പോവുകയാണ്. കാറില്ലാത്ത ഒരാൾ, ഇപ്പോൾ ബെൻസ് കാറുള്ള ഒരാൾക്ക് ഹെലികോപ്റ്റർ വാങ്ങിക്കാനുള്ള മോഹമാണ്. അടുത്ത തൽക്കാലം നമുക്ക് അവിടെ വരെ നിർത്താം. ബെൻസ് കാറുണ്ട്, ഹെലികോപ്റ്റർ വാങ്ങിക്കാനുള്ള മോഹങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഞാൻ കുറ്റം പറയുമല്ല, വളരാനുള്ള അഭിവാഞ്ചയെ ഇരുത്തിയും പറയുമല്ല. മാരുതി കാറുള്ള ആളിന് ബെൻസ് മേടിക്കണം, പിന്നെ ഒരു ബൈക്കുകാരന് കാറ് മേടിക്കണം, സ്കൂട്ടർ മാത്രമുള്ളവന് ബൈക്ക് മേടിക്കണം, പിന്നെ സൈക്കിൾ മാത്രമുള്ള ഒരാൾക്ക് സ്കൂട്ടർ മേടിക്കണം, നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു സൈക്കിളെങ്കിലും മതി. ഇങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളെ മേപ്പോട്ട് നോക്കി മേളിലേക്ക് നോക്കി നിരാശരായിരിക്കാനാണ് പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ സൈക്കിളുകാരന് ഓരോ കാര്യം ഓർക്കണം, എനിക്കൊരു സൈക്കിളെങ്കിലും ഉണ്ട്, കാല് പോലും ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത്, വളരാനുള്ള അഭിവാഞ്ചയും ആഗ്രഹവും ഉണ്ടാകരുതെന്നല്ല, മറിച്ച് ആർത്തിയോടുകൂടി നമുക്ക് അപ്രാപ്യമല്ലേ, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായ രീതിയിൽ അധ്വാനിച്ചെത്താൻ പറ്റാത്ത കാര്യങ്ങളെ സ്വപ്നം കണ്ട് നിരാശപ്പെട്ടു പോകാതെ നമ്മുടെ സാധ്യതകളെ, നമ്മുടെ താഴെയുള്ളവരെയും കാണണം, മുകളിലുള്ളവരെയും കാണണം. അവിടെ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സാധ്യതകളെ പരമാവധി സ്വയം വിമർശനത്തോടെയും സ്വയം വിലയിരുത്തിയും നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഞാൻ PSC ഒരു പരീക്ഷ എഴുതാൻ പോയപ്പോൾ എൻ്റെ അപൂർവം ചില സുഹൃത്തുക്കൾ PSC ഒക്കെ തട്ടിപ്പ്, എന്നിട്ട് ഇപ്പോഴും എന്താ PSC തട്ടിപ്പ് എന്നൊക്കെ വാർത്തകളൊക്കെ വരുന്നില്ല, അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയാന്നു, അത്ര ബുദ്ധിമുട്ടാണ്, നീ എഴുതണ്ട. ഇപ്പം സംഭവിച്ചുകൊണ്ട് പറയാന്നല്ല, അന്ന് എന്തോ ഒരു നിയോഗം കൊണ്ട് നമ്മൾ പോയി എഴുതി, നമുക്ക് ജോലി കിട്ടി. അപ്പോൾ ലോകത്ത് നമ്മളെ പിന്നാക്കം മാറ്റാൻ ഒരുപാട് ശക്തികളുണ്ടാവും. അവരിലൊന്നും വീണു പോകാതെ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക ഉള്ള ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുന്നു എന്നോർത്ത്, ഇനി ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരല്പം ദീർഘമായെങ്കിലും ഈ വീഡിയോ അവസാനിപ്പിക്കുക എന്നോർത്ത് 24 മണിക്കൂർ ഊർജ്ജസ്വലരായും ജീവിതത്തിൽ 365 ദിവസം വളരെ ആക്റ്റീവായി ഒട്ടും ഡള്ളല്ലാതെയും ഡിപ്രസ്ഡ് അല്ലാതെയും ഒരാൾ ഇരുന്നു കൊള്ളണമെന്ന് ശഠിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ മനുഷ്യരാണ്. നിരവധി പ്രശ്നങ്ങൾ നമ്മളെ വന്ന് മൂടുമ്പോൾ നമ്മളും അതിനകത്ത് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ നിന്നെല്ലാം കരകയറാൻ, അന്തിമമായി പറഞ്ഞാൽ തെറ്റ് പറ്റാതെയും വീഴ്ച സംഭവിക്കാതെയും കുറ്റങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരാളല്ല ശ്രേഷ്ഠൻ. തെറ്റ് തിരുത്തുകയും കുറ്റങ്ങൾ മാറ്റിവെച്ചിട്ട് ശരിയിലേക്ക് വരികയും വീഴ്ചകളിൽ നിന്നെല്ലാം പാഠം പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഒരിക്കലും പ്രായമൊന്നും നമുക്കൊരു കാര്യത്തിന് ഒരു തടസ്സമല്ല. പുതിയ നല്ല കാര്യങ്ങളിലേക്ക്, സംരംഭങ്ങളിലേക്ക്, പുതിയ ചിന്തകളിലേക്ക്, പ്രവൃത്തികളിലേക്ക്, വായനയിലേക്ക്, എഴുത്തിലേക്ക്, യാത്രകളിലേക്ക്, കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക്, സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങളിലേക്ക് എല്ലാം നമ്മൾ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരണം എന്ന എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ ഞാൻ നിങ്ങളോടുകൂടി പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇത്രയും ഒരല്പ എന്നെങ്കിൽ പോലും എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്ക് വളരെയധികം കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തുടർന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി സൗമനസ്യം കാട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ മോഹൻദാസ്.